തിരികെ സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. സാധാരണ ഓണം ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും സ്നേഹം, സമാധാനം, സന്തോഷം, സമൃദ്ധി എന്നൊക്കെ പറയുക. പക്ഷെ തല്ല് നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അതെവിടെയാണ്? അത് പല്ലശ്ശനയിലാണ്. അവിടെ ഓണത്തല്ല് നമുക്കറിയാം വളരെ ചരിത്രപരമായ, നമ്മൾ തമാശക്ക് പറയുമെങ്കിലും ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ്. നാട്ടുരാജാവിനെ ചതിച്ചു കൊന്നതിന്റെ പക വീട്ടാൻ നാട്ടുകാർ ഒന്നിച്ചു പോയി പോര് വിളിച്ചു എന്നതാണ് അതിന്റെ ഐതിഹ്യം. ആ ഐതിഹ്യ സ്മരണകളോടെ നടത്തുന്ന ഓണത്തല്ലിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇക്ബാൽ അറയ്ക്കൽ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇക്ബാൽ അറയ്ക്കൽ ആ ഓണത്തല്ല് നടത്തുന്ന ഇടത്ത് നിന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഇക്ബാൽ, കൗതുകകരമായ, എത്ര തവണ കണ്ടിട്ടുണ്ടെങ്കിലും എന്താണിത് എന്ന് നമ്മളിങ്ങനെ ആശ്ചര്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് പല്ലശ്ശനയിൽ നിന്ന് എല്ലാ ഓണക്കാലത്തും കാണുക. മാധു, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് പല്ലശ്ശനയിലാണ്. ഈ പല്ലശ്ശനയിൽ മാത്രം ഈ ഓണനാളിൽ കാണുന്ന കാഴ്ചയാണ് ഈ തിരുവോണ നാളിലെ തല്ലെന്ന് പറയുന്നത്, ഓണത്തല്ലെന്ന് പറയുന്നത്. ഇത് ഒരുപാട് വർഷങ്ങളായി, ഒരുപാട് നൂറ്റാണ്ടുകളായി പല്ലശ്ശനയിൽ നടക്കുന്ന ഒരു ആചാരമാണ്. പല്ലശ്ശന നാട്ടുരാജാവായിരുന്ന കുരൂർ നമ്മുടെ അയൽ നാട്ടുരാജാവായിരുന്ന കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ചു കൊല്ലുന്നു. തുടർന്ന് കുതിരവട്ടത്ത് നായർക്കെതിരെ നാട്ടുകാർ നടത്തിയ പോർവിളിയുടെ സ്മരണയായാണ് ഈ തിരുവോണ നാളിലെ ഓണത്തല്ല് നടക്കുന്നത്. രണ്ട് വിഭാഗങ്ങളായാണ് ഈ ഓണത്തല്ല് നടത്തുന്നത്. ഒരു കൂടി, അതുപോലെ തന്നെ 7 കൂടി സമുദായങ്ങൾ. ആ രണ്ട് സമുദായത്തിലെ ഓരോ പോരാളികളായി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പല്ലശ്ശനയിലെ തല്ലുമന്നത്തേക്ക് എത്തും. അതിനുശേഷം പിന്നീട് വളരെ രണ്ട് വിഭാഗങ്ങളും പരസ്പരം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുതുകത്തേക്ക് ആനടിക്കുന്നതാണ് ഈ പല്ലശ്ശനയിലെ ഓണത്തല്ല് എന്ന് പറയുന്നത്. കേരളത്തിൽ മറ്റെവിടെയും ഉണ്ടാവില്ല ഓണത്തിന് ഇത്തരത്തിലൊരു ആചാരം എന്ന് പറയുന്നത്. ഒരുപാട് നൂറ്റാണ്ടുകളായി ഇപ്പോൾ ഇതാ ഈ യുദ്ധസ്മരണ പുതുക്കിക്കൊണ്ട് പല്ലശ്ശനയിലെ ഓണത്തല്ല് നടക്കുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള അംബരീഷ് ചേരുന്നുണ്ട്. അംബരീഷ്, ഓണത്തല്ല് കഴിഞ്ഞു? ഇപ്പോൾ ഒരടി അങ്ങോട്ട് അടിച്ചു, ഒരടി ഇങ്ങോട്ട് കിട്ടുകയും ചെയ്തു. ഇല്ല, അങ്ങനെ കാര്യമായിട്ടുള്ള വേദനയൊന്നുമില്ല. ഇപ്പൊ കൊള്ളുമ്പോഴുള്ള ഒരു ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും വേദനയൊന്നുമില്ല. പ്രേക്ഷകർക്കായി എന്താണ് ഓണത്തല്ല് എന്ന് വിവരിക്കും? ഓണത്തല്ല് എന്ന് പറയുന്നത് പണ്ട് സാമൂതിരി രാജാവിന്റെ 2 പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അതായത് കുറൂർ നമ്മുടെയും അതുപോലെ തന്നെ മറ്റേ കുതിരവട്ടത്ത് നായരും. ഒരു മിനിറ്റ്, നമുക്ക് ഇപ്പോൾ അടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള 2 പേരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? അതെ. അത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുതുക കണ്ടില്ലേ? ഈ കാണുന്ന രീതിയിൽ നല്ല പവറിലൊന്നും അല്ലല്ല, പവർ കുറഞ്ഞു പോയി. വേദനിച്ചോ? ഇല്ല, അത് ഫുൾ ആവേശം മാത്രം. നമുക്ക് ആചാരമായതുകൊണ്ട് നമുക്കൊരു വേദനയൊന്നും കാര്യമില്ല. ആവേശമല്ലേ, ബോഡിയിൽ പപ്പായി നിൽക്കണം എപ്പോഴും. തീർച്ചയായും അംബരീഷ് റിപ്പോർട്ടർ കുടുംബാംഗമായിരുന്നു. അംബരീഷിന്റെ നാട് കൂടിയാണ് പല്ലശ്ശന, അല്ലേ? അതെ, എന്റെ നാട് പല്ലശ്ശന തന്നെയാണ്. നമുക്ക് റിപ്പോർട്ടറിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി എന്താണ് ഈ ഓണത്തല്ല് എന്നുള്ളത്? അതായത് ഓണത്തല്ല് എന്ന് പറയുന്നത് സാമൂതിരി രാജാവിന്റെ 2 പ്രഭുക്കന്മാരുണ്ടായിരുന്നു, കുതിരവട്ടത്ത് നായരും അതുപോലെ കുറൂർ നമ്പടിയും. അതിൽ കുറൂർ നമ്പടി നമ്മുടെ പല്ലശ്ശനക്കാരുടെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെ ഒരു യുദ്ധ സമയത്ത് ഈ കുതിരവട്ടത്ത് നായർ ചതിച്ച് കൊല്ലുകയുണ്ടായി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഇവിടുത്തെ എല്ലാവരും കൂടി ഒരു യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ഒരു യുദ്ധസ്മരണ എന്ന രീതിക്ക് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തല്ല് കിട്ടി ഇറങ്ങിയ ഒരാൾ ചേരുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താ? പ്രമോദ്. ഈ ഓണത്തല്ലിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. 5 വിരലുകളും ശരീരത്തിൽ പതിഞ്ഞിരിക്കുന്നു, മുതുകിൽ പതിഞ്ഞിരിക്കുന്നു. വേദനിച്ചോ പ്രമോദേട്ടാ? ഇല്ല, എനിക്ക് വേദനിക്കില്ല. എന്റെ ഒരു ജീവിതത്തിൽ ചാകാൻ വേണ്ടി വന്നാണ്. അതിന് പ്രശ്നമില്ല. നമ്മുടെ നാടിൽ ഇത് മുഴുവനും തടി കഴിഞ്ഞ് ഇറങ്ങി. നല്ല വേദനയുണ്ട്. ഒക്കെ അയാളുടെ കൊടുത്തിട്ടുണ്ട്. വേട്ടക്കരിമ്പൻ അയാളുടെ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വേദന കുറവായി. ഞാൻ ചാകാൻ വേണ്ടി വന്നാണ്. തല്ലി ചാകണം വേണ്ടി വന്നാണ്. ഞാൻ തല്ലി ജയിച്ചു, അത്രേ ഉള്ളൂ. അത് ഒരുപാട് പല്ലശ്ശനക്കാർ എല്ലാ വർഷവും ഇങ്ങനെ കാത്തിരിക്കും. അവരുടെ പ്രിയപ്പെട്ട നാട്ടുരാജാവായ കുരൂർ നമ്മുടിയെ ചതിച്ചു കൊന്ന കുതിരവട്ടത്ത് നായർക്കെതിരെ ഇത്തരത്തിൽ ഒരു പോർവിളി മുടക്കാൻ വേണ്ടി അതിന്റെ ഭാഗമായിക്കൊണ്ട് കുറേ നൂറ്റാണ്ടുകളായി നടക്കുന്ന ഓണത്തല്ലിത ഇത്തവണയും വളരെ വിപുലമായി തന്നെ പാലക്കാട് പല്ലശ്ശനയിൽ നടക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 1 കുടിയുടെയും അതുപോലെ തന്നെ 7 കുടിയുടെയും പോരാളികൾ ഇതാ ഓരോരുത്തരായി ഈ തല്ലുമന്നത്തേക്ക് കയറി വളരെ ആവേശത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി അവർ നൂറ്റാണ്ടുകളായി ആചരിച്ചിരുന്ന ഈ ഓണത്തല്ലിത വളരെ സന്തോഷത്തോടു കൂടി ആചരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് കാണാൻ വേണ്ടി പാലക്കാടിന്റെയും കേരളത്തിന്റെയും പല ഭാഗങ്ങളിൽ നിന്നും അനേകായിരം ആളുകളാണ് പല്ലശ്ശനയിലേക്ക് ഈ തിരുവോണ നാളിൽ എത്തുക. മറ്റ് നാടുകളിലേക്ക് ഒരുപക്ഷെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റ് കുടുംബങ്ങളുടെ വീടുകളിലേക്കെല്ലാം വിരുന്നു പോകാറാണ് പതിവ്. പക്ഷേ പാലക്കാട്ടുകാരുടെ പതിവ് നേരെ തിരിച്ചാണ്. തിരുവോണ നാളിൽ നല്ല സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ആളുകൾ വരിക ഈ പല്ലശ്ശനയിലേക്കാണ്, തല്ലുമന്നത്തേക്കാണ്. ഇവിടെ വന്ന് ആഘോഷമൊക്കെ കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നേരെ വന്ന് തല്ലുകൊള്ളുക എന്നതാണ്. സത്യം പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ച് പോയിട്ടോ ആ ചേട്ടന്റെ പുറകിൽ ആ 5 വിരലും ഇങ്ങനെ പതിഞ്ഞെടുക്കുന്ന 5 വിരലും പതിഞ്ഞെടുക്കുന്ന തല്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദാ ഇപ്പൊ കണ്ടു എന്നതാണ്.